പൊന്നിൽ മൂടി ചന്തക്കാരിയെ നടക്കാനുള്ള മോഹമൊന്നുമല്ല. അത്താഴപ്പഷ്ണിക്കാരിക്ക് മോഹിക്കാൻ എന്താ അവകാശം? ഒക്കെ നന്നായിട്ട് അറിയാൻ ചെയ്യാം. ഒന്നും രണ്ടും കൂട്ടി വെച്ചിട്ട് പണിയിച്ച നല്ല ഭംഗിയുള്ള മൂക്കുത്തിയായിരുന്നു. കഷ്ടകാലത്തിന് അത് കുളത്തിൽ പോവുകയും ചെയ്തു. ഇനിയൊന്നും പണിക്കാനുള്ള ശേഷിയില്ല. എന്നാലും ആ മൂക്കിലെ തുള അറിഞ്ഞു പോണ്ടെന്ന് കരുതിയ ഒരു കഷ്ണം ഈർക്കിൽ തിരികെ വെച്ചത്. അതിപ്പോ ആ മാരാത്ത ചന്ദ്രി എന്ത് ഭൂതക്കണ്ണാടി വെച്ചിട്ടാണോ കണ്ടുപിടിച്ചത്? എന്നിട്ടൊരു അന്വേഷണം. എന്താ ഉണ്ണിമായെ, കാളിയമ്മയുടെ കൂട്ട് മൂക്കിന്റെ മുകളിലൊരു ഈർക്കലി കഷ്ണം പോരെ കുളത്തിലുള്ള സകല ശൃംഗാരകൾക്ക് കൂടി ഇളിക്കാൻ? ഷോ, നിന്ന നിലയിലങ്ങോട്ട് ഉരുകിപ്പോയി നാണം കെട്ടിട്ട്. ദേ, നീ കേക്കണ്ടോ? 5 തോല പൊന്നില് കാപ്പുണ്ടാകണ കാര്യമല്ല പറയണേ. ദാ ഇത്തിരി ഒരു നുള്ളു പൊന്ന്, അതുപോലെ എന്തെങ്കിലും ഒരു കല്ലും വെച്ചൊരു മൂക്കുത്തി, അത്രയും മോഹിക്കണുള്ളൂ. ആരോട് പറയാനാ? ഇവിടെ ഒരാളിരിക്കുന്നുണ്ട്, സദാ നേരം ഒരു പൊട്ട ഹാർമോണിയത്തിന് മേലെ കമിഴ്ന്ന് കിടപ്പാ പണി. ആ കുന്ത്രാണ്ട് ഇവിടെ നിന്ന് എന്ന് കൊണ്ടുപോകുന്നോ അന്നേ ഗതി പിടിക്കും എല്ലാരും. കടലാസും കുപ്പിയും പെറുക്കാൻ വരുന്ന പാണ്ടി പിള്ളേർക്ക് കൊടുക്കണം എടുത്തിട്ട്. ഒരു ബാല്യക്കാരി കുട്ടിയാണ്. അതിന് വല്ല ചാന്തോ പൊട്ടോ 4 കുപ്പിവളയോ എന്തെങ്കിലും ഈ കല വരെ വാങ്ങി തന്നിട്ടുണ്ടോ? ഇങ്ങനെ ഇരുന്നോളും അനങ്ങാ പറയായിട്ട്. എന്റെ തലയിലെഴുതു, ആരോട് പറയാനാ? എന്താ നിനക്കുണ്ടോ മൂക്കുത്തി മോഹം? ആവാം, പൂച്ചയ്ക്കൊരു മൂക്കുത്തി. അങ്ങനെ ഒരു സിനിമാ കളിയുണ്ട്. ഒരിക്കൽ അങ്ങാടിപ്പുറത്ത് പോയപ്പോ കണ്ടു ചുവരിലെല്ലാം ഒട്ടിച്ചു വെച്ചേക്കണത്. നീ കുറിഞ്ഞി ഇങ്ങോട്ട് പോരെ. ക്ഷമാങ്കൂടി സാധകം ചെയ്യണ നേരാ. ശല്യപ്പെടുത്തണ്ട. ഒന്നും വാങ്ങി തരണ്ട. 2 വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിച്ചൂടെ? അതും ഇല്ല. എന്റെ യോഗം അനാഥ കുട്ടിയായി പോയില്ലേ? എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല തമ്പുരാൻ. പിന്നെ എന്തിനാ ഇതും പേറി വന്നത്? ഇന്നലെ ആളയച്ചപ്പോ നിങ്ങൾ കൊടുത്തയച്ചില്ല. അത് ഇന്നലെ തീർന്നു. എനിക്ക് ഓരോ ദിവസം ഓരോ കമ്പാണ്.